ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കാൻ സാധ്യത. ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാകില്ല. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നേരിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ആർ രാധാകൃഷ്ണൻ അപ്ഡേറ്റുമായി ഡൽഹിയിൽ നിന്ന്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. രാധാകൃഷ്ണൻ, വിവരങ്ങൾ. എസ് കെ എൻ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ളത്. പഞ്ചാബിൽ അവർക്ക് ഒരുമിച്ച് മത്സരിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഡൽഹിയിൽ അവരുണ്ടാക്കിയ സഖ്യം, പ്രത്യേകിച്ച് ഷീലാ ദീക്ഷിതിനെ ഭരണത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ആം ആദ്മി നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ മറന്നുകൊണ്ട് കോൺഗ്രസ് അവരുമായി കൂട്ടുചേരുകയും ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ സഖ്യരൂപേണ മത്സരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ഗുണമുണ്ടായില്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്ത് വന്നിട്ട് പോലും പ്രചരണം അദ്ദേഹം നയിച്ചിട്ട് പോലും 7 സീറ്റുകളിലും തോൽവിയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മണത്തത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള എതിർവികാരം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഹരിയാനയിലും ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കണം എന്ന വിധത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചർച്ച രൂപപ്പെട്ട സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇതിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഹരിയാനയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊള്ളും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ 10 സീറ്റുകളിൽ ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ നേടാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊള്ളും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഈ ഇന്ത്യ മുന്നണി സഖ്യമായിട്ട് മത്സരിക്കാം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തി ദുർഗമാണ് ഹരിയാന എന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു സഖ്യ നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.